ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു teachenglish.com. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠം റസ്കിന് ബോണ്ടിന്റെ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന കഥയാണ്. ഇതിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. While we read 1. Why couldn't Granny see properly through her glasses? മുത്തശ്ശിക്ക് കണ്ണടയിലൂടെ ശരിയായി കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട്? Her old glasses were scratched and spotted. Her eyes had also become very weak. അവരുടെ പഴയ കണ്ണടയിൽ പൊട്ടലുകളും പാടുകളും ഉണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ വളരെ ദുർബലമായിരുന്നു, അതായത് അവരുടെ കണ്ണുകളുടെ കാഴ്ചശക്തി വളരെ കുറവായിരുന്നു. 2. Why didn't Granny want to be parted from money? മണിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു നിൽക്കാൻ മുത്തശ്ശി ആഗ്രഹിക്കാത്തതെന്തുകൊണ്ടാണ്? She had raised money since he was a baby. She was very attached to him. മണി ഒരു കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അവരാണ് അവനെ വളർത്തിയത്. അവനോട് അവർക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു. 3. Do you think Granny was confident about walking to Nain? Give reasons. നൈനിലേക്ക് നടക്കാൻ മുത്തശ്ശിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ കരുതാനുള്ള കാരണങ്ങൾ നൽകുക. Yes, she was confident because she said her legs were strong when the way to Nain was downhill. അതെ, അവരുടെ കാലുകൾ ശക്തമാണെന്നും നൈനിലേക്കുള്ള വഴി ഇറക്കമാണെന്നും അവര് പറഞ്ഞതിൽ നിന്നും അവർക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. 4. Why does Mani's father call Granny's journey to Mussoorie a shopping trip? മണിയുടെ അച്ഛൻ മുത്തശ്ശിയുടെ മുസ്സൂറിയിലേക്കുള്ള യാത്രയെ ഷോപ്പിംഗ് യാത്ര എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? Granny listed many things she wanted to buy, like seeds, a pullover, and shoes, instead of just getting her eyes tested. കണ്ണുകൾ പരിശോധിക്കുന്നതിലുപരി വിത്തുകൾ, പുളോവർ, ഷൂസ് തുടങ്ങിയ പലതും വാങ്ങാനുള്ളതിന്റെ ലിസ്റ്റ് മുത്തശ്ശിയുണ്ടാക്കി. 5. Why couldn't Mani keep up with Granny on the walk? നടക്കുമ്പോൾ മണിക്ക് മുത്തശ്ശിയോടൊപ്പം എത്താൻ കഴിയാഞ്ഞതെന്തുകൊണ്ടാണ്? Granny walked faster, and Mani stopped to pick berries. മണി പഴങ്ങൾ പറിക്കാൻ വേണ്ടി നടത്തം നിർത്തിയപ്പോഴും മുത്തശ്ശി വേഗത്തിൽ നടന്നു. So he had to run to catch up. അതുകൊണ്ടവന് അവരോടൊപ്പം എത്താൻ ഓടേണ്ടിവന്നു. 6. Landslides are becoming more frequent now, aren't they? ഇക്കാലത്ത് മണ്ണിടിച്ചിൽ കൂടെക്കൂടി ഉണ്ടാവുന്നുണ്ട്, അല്ലേ? Make a list of recent natural calamities. സമീപകാല പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. Discuss the possible causes of these. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ കാരണങ്ങളെന്തെല്ലാമെന്ന് ചർച്ച ചെയ്യുക. Major floods, e.g., 2018, 2019, landslides, Churalmala of Wayanad, coastal erosion floods, earthquakes, cyclones. വലിയ വെള്ളപ്പൊക്കങ്ങൾ, ഉദാഹരണം 2018, 2019 മണ്ണിടിച്ചിൽ. ഉദാഹരണത്തിന് വയനാട്ടിലെ ചൂരൽ മലയില് കഴിഞ്ഞ വർഷമുണ്ടായ മണ്ണിടിച്ചില്. തീരദേശ മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം, ഭൂകമ്പം, ചുഴലിക്കാറ്റുകൾ തുടങ്ങിയവ പ്രകൃതി ദുരന്തങ്ങൾക്കുദാഹരണങ്ങളാണ്. Causes include deforestation, heavy rains, climate change, and human activities like quarrying and construction. അവയുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങള് കനത്ത മഴ, കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, ക്വാറി, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങള് എന്നിവയാണ്. 7. Sometimes journeys are delayed on account of breakdowns or natural calamities. ചിലപ്പോൾ വാഹനങ്ങള് ബ്രേക്ക് ഡൗണാവുന്നതുമൂലമോ പ്രകൃതി ദുരന്തങ്ങളോ കാരണം യാത്രകൾ വൈകും. Narrate your experiences of any of these. നിങ്ങൾക്കുണ്ടായ ഇത്തരം അനുഭവങ്ങളെ വിവരിക്കുക. Once, while traveling by bus, we faced heavy rains. ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയില് ഞങ്ങൾ കനത്ത മഴയുണ്ടായി. Suddenly, the bus stopped because there was a landslide blocking the road ahead. പെട്ടെന്ന് മുന്നിലുള്ള റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതിനാൽ ബസ് നിർത്തി. The road was completely covered with mud and rocks. റോഡ് പൂർണ്ണമായും ചെളിയും പാറയും കൊണ്ട് മൂടിയിരുന്നു.
We couldn't go forward. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. After a while, the driver announced that they couldn't clear the road quickly. കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡിലെ തടസ്സം വേഗത്തിൽ മാറ്റാൻ കഴിയില്ലെന്ന് ഡ്രൈവർ അറിയിച്ചു. So we all had to turn back and return home. അതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും തിരികെ വീട്ടിലേക്ക് മടങ്ങേണ്ടിവന്നു. ഈ ചോദ്യത്തിന് മറ്റൊരുത്തരം കൂടി ഇവിടെ നൽകുന്നു. Last monsoon, I was traveling with my family. കഴിഞ്ഞ മൺസൂണിൽ ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. On our way, we reached a spot where the road was completely flooded. വഴിയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു സ്ഥലത്ത് ഞങ്ങളെത്തി. The water level was too high for our car to cross safely. അവിടെ ജലനിരപ്പ് വളരെ ഉയർന്നതായിരുന്നു, ഞങ്ങളുടെ കാർ സുരക്ഷിതമായി കടന്നുപോകാൻ കഴിയുമായിരുന്നില്ല. We had to wait for hours, hoping the water would go down. വെള്ളം താഴുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് കുറെ നേരം കാത്തിരുന്നു. Since it didn't, we had to turn back and cancel our plans for the day. പക്ഷെ അങ്ങനെയുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. The road was completely covered with mud and rocks. റോഡ് പൂർണ്ണമായും ചെളിയും പാറയും കൊണ്ട് മൂടിയിരുന്നു. We couldn't go forward. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. After a while, the driver announced that they couldn't clear the road quickly. കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡിലെ തടസ്സം വേഗത്തിൽ മാറ്റാൻ കഴിയില്ലെന്ന് ഡ്രൈവർ അറിയിച്ചു. So we all had to turn back and return home. അതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും തിരികെ വീട്ടിലേക്ക് മടങ്ങേണ്ടിവന്നു. ഈ ചോദ്യത്തിന് മറ്റൊരുത്തരം കൂടി ഇവിടെ നൽകുന്നു. Oh, last monsoon, I was traveling with my family. കഴിഞ്ഞ മൺസൂണിൽ ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. On our way, we reached a spot where the road was completely flooded. വഴിയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു സ്ഥലത്ത് ഞങ്ങളെത്തി. The water level was too high for our car to cross safely. അവിടെ ജലനിരപ്പ് വളരെ ഉയർന്നതായിരുന്നു, ഞങ്ങളുടെ കാർ സുരക്ഷിതമായി കടന്നുപോകാൻ കഴിയുമായിരുന്നില്ല. We had to wait for hours, hoping the water would go down. വെള്ളം താഴുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് കുറെ നേരം കാത്തിരുന്നു. Since it didn't, we had to turn back and cancel our plans for the day. പക്ഷെ അങ്ങനെയുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. 8. The doctor says he will send Granny's glasses to the museum. What does he mean? ഡോക്ടർ മുത്തശ്ശിയുടെ കണ്ണട മ്യൂസിയത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? He means Granny's old glasses were so old and damaged that they are like an antique, not useful anymore. മുത്തശ്ശിയുടെ കണ്ണട വളരെ പഴക്കമുള്ളതും കേടുപാടുകളുള്ളതുമായതിനാൽ അവ ഒരു പുരാതന വസ്തു പോലെയാണെന്നും അതുകൊണ്ടുതന്നെ അവ ഉപയോഗശൂന്യമാണെന്നും അദ്ദേഹം അർത്ഥമാക്കുന്നു. 9. What was Granny's reaction when she saw money clearly? മണിയെ വ്യക്തമായി കണ്ടപ്പോൾ മുത്തശ്ശിയുടെ പ്രതികരണം എന്തായിരുന്നു? She was very happy and surprised, and she praised Money for looking fine but told him he needed a haircut and new shoes. അവര് വളരെ സന്തോഷവതിയും ആശ്ചര്യഭരിതയുമായിരുന്നു. മണിയെ വ്യക്തമായി കണ്ടപ്പോൾ അവരവനെ പ്രശംസിക്കുകയും അവനിനി ഒരു ഹെയർ കട്ടും പുതിയ ഷൂസും വേണമെന്ന് അവരവനോട് പറയുകയും ചെയ്തു. Let's rewind. 1. Why does Granny finally agree to travel to Mussoorie? മുത്തശ്ശി ഒടുവിൽ മുസ്സൂറിയിലേക്ക് പോകാൻ സമ്മതിക്കുന്നതെന്തുകൊണ്ടാണ്? Granny agrees to go when Money offers to accompany her. മണി കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പോകാൻ സമ്മതിക്കുന്നു. She also plans to shop for seeds, a cowbell, and clothes while she is there. അവിടെ ചെന്നാല് വിത്തുകൾ, കൗബെൽ, വസ്ത്രങ്ങൾ തുടങ്ങിയവ വാങ്ങാനും അവര് പ്ലാന് ചെയ്യുന്നു. 2. Granny's courage and determination are evident in the story. മുത്തശ്ശിയുടെ ധൈര്യവും ദൃഢനിശ്ചയവും കഥയിൽ പ്രകടമാണ്. Substantiate this statement with instances. ഈ പ്രസ്താവന ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കുക. Granny walks long distances despite her weak eyesight and old age. മുത്തശ്ശിയുടെ കാഴ്ചശക്തിയും വാർദ്ധക്യവും വകവയ്ക്കാതെ അവര് വളരെ ദൂരം നടക്കുന്നു. She bravely faces a landslide, a noisy bus ride, and keeps going with a leaky umbrella, even joking along the way. വഴിമധ്യേയുണ്ടായ മണ്ണിടിച്ചിലും ബഹളമയമായ ബസ് യാത്രയും അവൾ ധൈര്യത്തോടെ നേരിടുന്നു.
ചോർന്നൊലിക്കുന്ന കുടയും ചൂടി ഇടയ്ക്ക് തമാശ പറഞ്ഞാണ് അവര് പോകുന്നത്. 3. How does money support Granny during their journey? തങ്ങളുടെ യാത്രയിൽ മണി മുത്തശ്ശിയെ എങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു? What does this reveal about his character? ഇത് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് വെളിപ്പെടുത്തുന്നത്? Money carries their bedding, stays close to Granny, and offers to rest when needed. മണി അവരുടെ കിടക്ക ചുമന്ന് മുത്തശ്ശിയുടെ കൂടെ തന്നെ നടക്കുന്നു, ആവശ്യമുള്ളപ്പോൾ വിശ്രമിക്കാൻ വാഗ്ദാനം ചെയ്യുന്നു. He even supports her on the bus. ബസ്സിൽ പോലും അവൻ അവർക്ക് സപ്പോർട്ടാവുന്നു. This shows he is loving, responsible, and caring. അവൻ സ്നേഹവും ഉത്തരവാദിത്തബോധവും കരുതലുമുള്ളവനുമാണെന്നാണ് ഇത് കാണിക്കുന്നത്. 4. A shoulder to rest on is a blessing indeed. Don't you agree? How does the story highlight the bond between generations? ഒരു തോളിൽ ചാരി നിൽക്കുക എന്നത് തീർച്ചയായും ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ സമ്മതിക്കുന്നില്ലേ? തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെ കഥ എങ്ങനെ എടുത്തുകാണിക്കുന്നു? Yes, the story shows a strong bond as Granny and Money care for each other. അതെ, മുത്തശ്ശിയും മണിയും പരസ്പരം കരുതുന്ന ശക്തമായ ഒരു ബന്ധമാണ് കഥ കാണിക്കുന്നത്. Money supports Granny like she once supported him, showing love between young and old. മുത്തശ്ശിയെ ഒരിക്കൽ പിന്തുണച്ചതുപോലെ മണി പിന്തുണയ്ക്കുന്നു, ചെറുപ്പക്കാരെയും പ്രായമായവരെയും തമ്മിലുള്ള സ്നേഹം കാണിക്കുന്നു. Let's recall and recreate. Activity 1. A. Read the following excerpt from A Long Walk with Granny. A Long Walk with Granny എന്ന കഥയിൽ നിന്നും ഇവിടെ നൽകിയ ഭാഗം വായിക്കുക. The rain stopped and the sun came out. മഴ നിന്നു, സൂര്യൻ ഉദിച്ചു. Below them, the light green of the fields stood out against the dark green of the forests, and the hills were bathed in golden sunshine. അവയ്ക്ക് താഴെ വനങ്ങളുടെ കടുംപച്ച നിറത്തില് നിന്നും വയലുകളുടെ ഇളം പച്ചപ്പ് വേറിട്ടു നിന്നു, കുന്നുകൾ സ്വർണ്ണനിറമുള്ള സൂര്യപ്രകാശത്തിൽ കുളിച്ചു. Do these lines create a picture in your mind? You may attempt to draw the picture. ഈ വരികൾ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ടാക്കുന്നുണ്ടോ? ആ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കാം. B. Granny and Money stand on the summit of the peak on their way to Nain. നെയ്നിലേക്കുള്ള യാത്രാമധ്യേ മുത്തശ്ശിയും മണിയും പർവ്വതത്തിനു മുകളിൽ നിൽക്കുന്നു. They look around. അവർ ചുറ്റും നോക്കുന്നു. Money is really amazed by the beauty of the scene. ആ കാഴ്ചയുടെ ഭംഗിയിൽ മണി ശരിക്കും അത്ഭുതപ്പെട്ടു. Read his description. അവന്റെ വിവരണം വായിക്കുക. Now, let's list the words and phrases that helped Money describe the place in the table below. ഇനി മണി ആ സ്ഥലത്തെ വിവരിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ താഴെ നൽകിയ പട്ടികയിൽ എഴുതി ചേർക്കാം. ഒരുദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഉത്തരം ഇവിടെ നൽകുന്നു. വിവരണത്തിനുപയോഗിച്ച വാക്കുകളും അവ എന്തിനെയാണോ വിവരിച്ചത് അവയുടെ പേരും ഈ ടേബിളിൽ നൽകിയിട്ടുണ്ട്. C. Now, let's try to describe the place given below using suitable descriptive adjectives. അടുത്തതായി താഴെ ചിത്രത്തില് കൊടുത്തിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അനുയോജ്യമായ വിവരണ നാമവിശേഷണങ്ങൾ ഉപയോഗിച്ച് വിവരിക്കുക. ഒരു സ്ഥലത്തിന്റെ ഭംഗി വിവരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ശൈലികളും പൊതുവെ വിവരണം നൽകുന്ന അഡ്ജക്റ്റീവുകളാണ്, അഥവാ നാമവിശേഷണങ്ങളാണ്. We see a beautiful countryside in this picture. മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ് നാം ഈ ചിത്രത്തില് കാണിക്കുന്നത്. There are wide, green fields stretching far away. വളരെ ദൂരത്തേളം പരന്നുകിടക്കുന്ന വിശാലമായ പച്ചപ്പാടങ്ങളുണ്ട്. On both sides of the fields, there are big trees. വയലുകളുടെ ഇരുവശത്തും വലിയ മരങ്ങളുണ്ട്. These trees have many bright yellow flowers, making them look very pretty. ഈ മരങ്ങളിൽ കടുംമഞ്ഞ നിറത്തിലുള്ള ഭംഗിയുള്ള ധാരാളം പൂക്കളുണ്ട്. The sky above is blue with fluffy white clouds, and a bright sun shines down, making everything glow. മുകളിലുള്ള നീലാകാശം മൃദുവായ വെളുത്ത മേഘങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ നിന്നും ജ്വലിക്കുന്ന സൂര്യൻ താഴേക്ക് പ്രകാശം ചൊരിയുന്നു. A small path runs through the green fields. പച്ചപ്പാടങ്ങളിലൂടെ ഒരു ചെറിയ പാത കടന്നുപോകുന്നു. The whole scene looks peaceful and lovely, like a warm, sunny day in a village. ഗ്രാമത്തിലെ നല്ല വെയിലുള്ള ഒരു ദിവസത്തിലെന്ന പോലെ.
മുഴുവൻ സീനും ശാന്തവും മനോഹരവുമായി തോന്നുന്നു. Activity 2. A. Granny and Money return after their thrilling experience of walking and exploring the surroundings. ആവേശത്തോടെ ചുറ്റുപാടും നടന്നുകണ്ടനുഭവിച്ചതിനു ശേഷം മുത്തശ്ശിയും മണിയും തിരിച്ചെത്തി. At home, Money shares his experience with his father. വീട്ടിലെത്തിയ മണി തന്റെ അനുഭവം അച്ഛനുമായി പങ്കിടുന്നു. Write the likely narrative. സാധ്യതയുള്ള ഒരു വിവരണം എഴുതുക. The trip to Mussoorie. മുസ്സൂറിയിലേക്കുള്ള യാത്ര. Father, the trip was amazing. അച്ഛാ, യാത്ര അതിമനോഹരമായിരുന്നു. Granny and I had such a great time. ഗ്രാനിയുമായി ഞാൻ വളരെ നല്ല സമയം ചെലവിട്ടു. We walked all the way to Nain without any problem. ഞങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നൈനിലേക്കുള്ള വഴി മുഴുവൻ നടക്കുകയായിരുന്നു. Sometimes, Granny walked faster than me. ചിലപ്പോഴൊക്കെ മുത്തശ്ശി എന്നെക്കാൾ വേഗത്തിൽ നടന്നു. We saw parrots flying in the sky and picked blackberries on the way. ആകാശത്ത് പറക്കുന്ന തത്തകളെ ഞങ്ങൾ കണ്ടു, വഴിയിൽ ബ്ലാക്ക്ബെറി പറിച്ചു. The hills and forests looked so beautiful, especially after the rain. കുന്നുകളും കാടുകളും വളരെ മനോഹരമായി കാണപ്പെട്ടു, പ്രത്യേകിച്ച് മഴയ്ക്ക് ശേഷം. When we were on the bus to Mussoorie, there was a landslide. ഞങ്ങൾ മുസ്സൂറിയിലേക്കുള്ള ബസ്സിലായിരുന്നപ്പോൾ ഒരു മണ്ണിടിച്ചിലുണ്ടായി. Big rocks and mud blocked the road. വലിയ പാറകളും ചെളിയും നിറഞ്ഞ് റോഡ് ബ്ലോക്കായി. Everyone was scared, but Granny stayed calm. എല്ലാവരും പേടിച്ചു, പക്ഷേ മുത്തശ്ശിക്ക് വേവലാതികളൊന്നുമുണ്ടായിരുന്നില്ല. We didn't give up, we took a shortcut and walked over a mountain. ഞങ്ങൾ യാത്ര നിർത്തിയില്ല, ഞങ്ങൾ ഒരു കുറുക്കുവഴി കണ്ടെത്തി ഒരു മലയിലൂടെ നടന്നു. It was hard, but we did it. അത് പ്രയാസകരമായിരുന്നു, പക്ഷേ ഞങ്ങൾ അത് ചെയ്തു. At the hospital, the doctor said Granny's glasses were too old and gave her a new pair. ആശുപത്രിയിലെത്തിയപ്പോൾ മുത്തശ്ശിയുടെ കണ്ണട വളരെ പഴയതാണെന്ന് പറഞ്ഞു ഡോക്ടർ പുതിയ കണ്ണട നൽകി. When she wore them, she could see me clearly after many years. അവ ധരിച്ചപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് എന്നെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. She was so happy. അവര് വളരെ സന്തോഷവതിയായിരുന്നു. We also bought you a new woolen pullover, seeds, bulbs, and a bell for the cow. ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പുതിയ കമ്പിളി പുളോവർ, വിത്തുകൾ, ബൾബുകൾ, പശുവിനുള്ള മണി എന്നിവയും വാങ്ങിയിട്ടുണ്ട്. It was a long and tiring journey, but I loved every bit of it. ദീർഘവും ക്ഷീണിപ്പിക്കുന്നതുമായ ഒരു യാത്രയായിരുന്നു അത്, പക്ഷേ എനിക്ക് അതിലെ ഓരോ നിമിഷവും ഇഷ്ടപ്പെട്ടു. Granny is really brave, and I'm proud I was with her. മുത്തശ്ശി ശരിക്കും ധൈര്യശാലിയാണ്, ഞാൻ അവരോടൊപ്പം പോയതിൽ അഭിമാനിക്കുന്നു. B. The eye specialist couldn't forget Granny and his interaction with her. നേത്രരോഗ വിദഗ്ധന് മുത്തശ്ശിയെയും അവരുമായുള്ള ഇടപെടലിനെയും മറക്കാൻ കഴിഞ്ഞില്ല. He recollects the encounter in his diary. അദ്ദേഹം തന്റെ ഡയറിയിൽ ആ കൂടിക്കാഴ്ചയെക്കുറിച്ചെഴുതുന്നു. Write the likely diary entry. അദ്ദേഹം എഴുതാന് സാധ്യതയുള്ള ഡയറി എൻട്രി എഴുതുക. Diary entry. Date. നിങ്ങൾക്കിവിടെ ഡയറി എഴുതുന്ന ദിവസവും തീയതിയും ചേർക്കാം. Today, I met a very special patient, an elderly lady named Granny. ഇന്ന്, ഞാൻ വളരെ സവിശേഷയായ ഒരു രോഗിയെ കണ്ടു. ഗ്രാനി എന്നു പേരുള്ള ഒരു വയസ്സായ സ്ത്രീ. She came with her young grandson, Money. അവൾ തന്റെ കൊച്ചുമകൻ മണിയുടെ കൂടെയാണ് വന്നത്. The moment I saw her glasses, I was shocked. അവളുടെ കണ്ണട കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. They were so old and scratched that I almost threw them away. അവ അത്രയ്ക്കും പഴയതും പാടുകളുള്ളതുമായിരുന്നു, ഞാൻ അത് കളയാൻ പോലും ഒരുങ്ങി. I even joked that they should be kept in a museum. അവ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കണം എന്ന് ഞാൻ തമാശയായി പറഞ്ഞു. Granny was cheerful and full of spirit. ഗ്രാനി സന്തോഷവതിയും ഉത്സാഹവതിയുമായിരുന്നു. Even though her eyesight was weak, she never complained. കാഴ്ച ശക്തി കുറവായിരുന്നിട്ടും അവൾ ഒരിക്കലും പരാതി പറഞ്ഞില്ല. When I fitted her with the right lenses, her face lit up with joy. ഞാൻ ശരിയായ ലെൻസുകൾ വെച്ചപ്പോൾ അവളുടെ മുഖം സന്തോഷത്താൽ തിളങ്ങി. For the first time in years, she could see her grandson clearly.
വർഷങ്ങൾക്കുശേഷം ആദ്യമായി അവൾക്ക് തന്റെ കൊച്ചുമകനെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. It was such a touching moment. അത് ഹൃദയസ്പർശിയായ നിമിഷമായിരുന്നു. She clapped her hands and proudly called him a fine boy. അവൾ കൈയടിച്ച് അഭിമാനത്തോടെ അവനെ ഒരു നല്ല കുട്ടിയെന്ന് വിളിച്ചു. That one moment reminded me why I chose this profession. ആ ഒരു നിമിഷം ഞാൻ എന്തിനാണ് ഈ ജോലി തിരഞ്ഞെടുത്തതെന്ന് എന്നെ ഓർമ്മിപ്പിച്ചു. Some patients stay in your heart forever. ചില രോഗികൾ എന്നേക്കുമായി നമ്മുടെ ഹൃദയത്തിൽ തങ്ങുന്നു. Granny is one of them. ഗ്രാനി അവരിലൊരാളാണ്. See, have you recently visited a tourist spot or a place that caught your attention with its beauty? നിങ്ങൾ അടുത്തിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമോ ഭംഗി കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സ്ഥലമോ സന്ദർശിച്ചിട്ടുണ്ടോ? Attempt a descriptive paragraph on the spot you visited. നിങ്ങൾ സന്ദർശിച്ച സ്ഥലത്തെക്കുറിച്ച് ഒരു വിവരണാത്മക ഖണ്ഡിക എഴുതുക. I visited Munnar last winter. ഞാൻ കഴിഞ്ഞ തണുപ്പുകാലത്ത് മൂന്നാർ സന്ദർശിച്ചു. The air was cool and fresh, and there was fog all around. അവിടുത്തെ കാറ്റ് തണുത്തതും ശുദ്ധവുമായിരുന്നു, എല്ലായിടത്തും കോടമഞ്ഞ് നിറഞ്ഞിരുന്നു. The road at the top was covered in mist, and it was hard to see what was ahead. മുകളിലെ റോഡ് മഞ്ഞിൽ മൂടിയിരുന്നു, മുന്നോട്ട് കാണാൻ പ്രയാസമായിരുന്നു. The tea gardens looked calm and quiet in the fading light. തേയിലത്തോട്ടങ്ങൾ മങ്ങിവരുന്ന വെളിച്ചത്തിൽ ശാന്തവും നിശ്ശബ്ദവുമായി തോന്നി. The trees stood still, and the whole place felt peaceful and dreamy. മരങ്ങൾ നിശ്ചലമായി നിന്നു, ആ സ്ഥലം മുഴുവൻ സമാധാനപരവും സ്വപ്നതുല്യവുമായി അനുഭവപ്പെട്ടു. The fog made everything look soft and magical. കോടമഞ്ഞ് എല്ലാം മൃദുലവും മാന്ത്രികവുമാക്കി മാറ്റി. It was a quiet, beautiful evening I will always remember. ഞാൻ എന്നും ഓർമ്മിക്കുന്ന ഒരു ശാന്തവും മനോഹരവുമായ സായാഹ്നമായിരുന്നു അത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.